പ്രോജക്റ്റ് ഹെയിൽ മേരി. ഞാനിതെൻ്റെ മൂത്ത മകനോടൊപ്പമാണ് ഈ സിനിമ കണ്ടത്. സോ വർത്ത് വാച്ച് മൂവി എന്ന് വെച്ചിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഇപ്പോൾ F1 ആയിട്ടോ അല്ലെങ്കിൽ അവതാറോ ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യത്തക്ക മൂവിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാറുമായിട്ടൊക്കെ ഒന്നും കമ്പയർ ചെയ്യത്തക്ക ഒരു മൂവിയല്ല. ഒരു സിമ്പിൾ പ്ലോട്ടാണ്, എന്നാൽ സ്പേസിൽ നടക്കുന്ന സംഭവമാണ്. പിന്നെ ഭയങ്കര ഒരു സൈഫൈ ത്രില്ലർ എന്നൊന്നും പറയാനില്ല. അധികം സ്പോയിലർ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് ഒരു കോസ്മിക് ത്രെട്ട് ഉണ്ടാകുകയും സൂര്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ സൂര്യൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സിസ്റ്റൻസ്, അതായത് ഭൂമിയിലുള്ള ലൈഫിനെ അത് പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ ടീം അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് സ്പേസിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു മിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഈ ഒരു സിനിമയുടെ ലീഡ് ക്യാരക്ടർ. അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. റയൻ ഗോസ്ലിംഗ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയുടെ പെർഫോമൻസ് തന്നെ വേറെ ലെവലായിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് സ്പേസിൽ ഒരു ഏലിയനെയും കൂടെ ഇതിനകത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഏലിയനൊക്കെ നമ്മൾ ഇന്ന് വരെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു രീതിയിലല്ല അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ മോണോലിത്തിക് സ്റ്റോൺ ഏജുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഏലിയനെയും കൂടെ ഇതിനകത്ത് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏലിയനും ഈ സയൻറ്റിസ്റ്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും അവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊരു ഭയങ്കര റോൾ ഉണ്ടായിരുന്നത്. തിയേറ്ററിൽ നല്ലൊരു ഗംഭീര സൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആറ്റിങ്ങൽ ഡ്രീംസ് എന്നാണ് ഈ സിനിമ കണ്ടത്. ഡ്രീംസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ളൊരു തിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള സൗണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഏലിയൻ ക്യാരക്ടറും നമ്മുടെ ലീഡ് ക്യാരക്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനും അവർ തമ്മിലുള്ള ഒരു ബോണ്ടേജും ഒക്കെ അതൊരു ഡിഫറെൻറ്റ് ലെവലായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് വളരെ യുണീക്കായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ് ആ ഒരു ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു ഫ്രണ്ട്ഷിപ്പ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നത്. അപ്പോൾ അവിടെയാണ് മറ്റ് ഇൻ്റർസ്റ്റെല്ലാർ പോലെ ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. സോ അതൊക്കെ എൻ്റെ മകൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് നമ്മൾ കുട്ടികളെയും കൊണ്ടുപോയി കാണിക്കാവുന്ന ഒരു സിനിമയാണ്. പൊതുവെ ഇംഗ്ലീഷ് മൂവീസ് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാനറ്റിനെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഉള്ളൊരു അവയർനെസ്സും കൂടെ സൈഡിൽ കൂടെ ഒരു ഇൻഡയറക്റ്റ്ലി അതും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സയൻറ്റിഫിക്കലി ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫിക്ഷൻ അറ്റ് ഇറ്റ്സ് പീക്കാണ്. എങ്കിലും സിനിമ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു രീതിയിലും സിനിമയിൽ നിന്ന് ഔട്ടാവത്തില്ല. പെർഫെക്റ്റായിട്ട് സിനിമയ്ക്കകത്ത് ഇന്നാവും. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്പേസ് റിലേറ്റഡ് മൂവീസിലാവുമ്പോഴത്തേക്ക് നമ്മളിന്ന് വരെ കാണാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമയിലേക്ക് അങ്ങ് ഇന്നാവും. ഒത്തിരി ഹ്യൂമറുണ്ട്, അതൊക്കെ പെർഫെക്റ്റായിട്ടത് വർക്കായിട്ടുമുണ്ട്. അപ്പോൾ ഒത്തിരി ചിരിക്കാനുണ്ട് തിയേറ്ററിലിരുന്ന്, അങ്ങനെ ആസ്വദിച്ച് കാണാവുന്നൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവിക്ക് ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.